ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ചർച്ചയിലാണ് എല്ലാവരും. നമ്മൾ ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഇതിനു മുൻപ് തന്നെ, ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം മേഖലകളിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികൾക്ക് നേരിട്ട് ആക്സസ് ഇല്ലാത്ത ഇത്തരം നിഗൂഢമായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും പലതരം പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചൂഷണങ്ങളുടെയും ഈ ഗുണ്ട സംഘങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടും, അതേപോലെ ലഹരി മരുന്ന് അല്ലെങ്കിൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടും, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും, ഹവാല, സ്വർണ്ണക്കടത്ത്, ഇങ്ങനെ പല തരം എന്താ പറയുക, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റിയും പലതരത്തിലുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളും പീഡനങ്ങളും ഉൾപ്പെടെ പല കാര്യങ്ങളെക്കുറിച്ചും സാമാന്യമായിട്ട് പൊതുജനത്തിനൊരു ബോധ്യമുള്ളത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേൾവിയിൽ മാത്രം അത് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണെന്നും ചിലർ അസൂയ കൊണ്ട് കുശുമ്പ് കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളാണ് എന്നൊക്കെ പൊതുവിൽ വിശ്വസിച്ച് പോന്നിരുന്ന തരം കാര്യങ്ങൾ പോലും അക്ഷരാർത്ഥത്തിൽ അവിടെ നടക്കുന്നതാണെന്നും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഏറ്റവും കൊടിയ രീതിയിലുള്ള ചൂഷണങ്ങളും സ്ത്രീവിരുദ്ധ നിലപാടുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ലൈംഗിക അരാജകത്വവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുന്നു എന്ന് ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ്. അപ്പം ആ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകൾ, അതിൻ്റെ ഭാഗമായവർ, അതിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അതിൽ പലതരത്തിലുള്ള പല ഹൈറാർക്കിയിൽ പല റേഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ അതവിടെ അനുവദിച്ചു പോന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗവൺമെൻറ് ഒരു സംഭവത്തിൻ്റെ, ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അധികാരപ്പെടുത്തിയ അല്ലെങ്കിൽ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടായിട്ട്, ആ പഠന റിപ്പോർട്ടിൽ തന്നെ അനുഭവസ്ഥരായിട്ടുള്ള നിരവധി ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള നിരവധി ആളുകളെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ, അവരുടെ തെളിവുകൾ, ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ പുറത്തു വന്നത് തന്നെ 233 പേജാണ്. ഏകദേശം 80ഓളം പേജുകൾ അതിൽ നിന്ന്, 80-60 പേജ്, എത്രയോ പേജുകൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുറത്തു വന്ന ആളുകളുടെ പേര് വിവരങ്ങളോ മറ്റ് സംഗതികളോ ഒന്നും ഇല്ലാതെ അതൊക്കെ മറച്ചു വെച്ച് പുറത്തു വന്ന വിവരങ്ങൾ പോലും ഓരോ പേജും നമ്മൾ മലയാളികളെ ലജ്ജിപ്പിക്കുന്നതും, സാമാന്യ ബോധമുള്ള, ഒരു ജനാധിപത്യ ബോധമുള്ള, സംസ്കാരമുള്ള ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്ത് ഇങ്ങനെ കാണുന്ന ഈ പോളിഷ് ചെയ്ത, മേക്കപ്പ് ചെയ്ത അല്ലേ, അങ്ങനത്തെ ആളുകൾ, ചായം തേച്ച് മിനുക്കിയ മുഖവും ഒക്കെ ആയിട്ട് നടക്കുന്ന എല്ലാ ആളുകളുടെയും യഥാർത്ഥ മുഖം വേറൊന്നായാണ്, അല്ലെങ്കിൽ തിരശീലയിൽ കാണുന്നതും താരങ്ങളെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വെച്ചിട്ട് ആഘോഷമാക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെ വാഴ്ത്തിയവരുമായിട്ടുള്ള ആളുകളുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്, തൊഴിലിടത്തിൽ അവരുടെ മേൽനോട്ടത്തിലോ അവരുടെ കാർമ്മികത്വത്തിലോ അവരുടെ അറിവിലോ അവരുടെ അനുവാദത്തിലോ ഒക്കെ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങളും പീഡനങ്ങളും അവർ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്ത് ചിരിച്ചു കാണിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടന, അവർ താരനിശകളും വലിയ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയും ഇത്തരമൊരു പ്രശ്നം വരുന്ന സമയത്ത്, ഇപ്പം ചെകുത്താൻ മോഹൻലാലിനെതിരെ മോശമായി എഴുതി എന്നതിൻ്റെ പേരിൽ ആവേശം കൊണ്ട് പരാതി കൊടുത്ത് അയാൾ അകത്താക്കി, അയാൾ മോശമായിട്ടുള്ള കമൻറ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഏതൊരു കാര്യവും സംസാരിക്കുമ്പോൾ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എല്ലാവരും പഠിക്കേണ്ട, എല്ലാവരും പാലിക്കേണ്ടുന്ന ഒരു മിനിമം മര്യാദയാണ്. ഒരു സംസ്കൃത സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സഭ്യമായ ഭാഷ, പരസ്പര ബഹുമാനത്തോടെയുള്ള സംസാരം, വിമർശനം ഒക്കെ. അപ്പോൾ എന്തായാലും അത്തരം ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഒരു ചീള് കേസിന് വരെ സംഘടന ചാടിപ്പുറപ്പെടുകയും ഭയങ്കരമായിട്ട് രോഷം കൊള്ളുകയും, ഇന്ന് സിദ്ദീഖ് പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ വരെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി നടത്തി, വ്യക്തിപരമായിട്ട് തന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അജു എന്ന് പറയുന്ന ചെകുത്താൻ എന്ന പേരിൽ എഴുതുന്ന ആളുടെ അറസ്റ്റ് വരെ അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന
അതേ സംഘടനയിലെ മെമ്പറായിരുന്ന ഒരു വനിതയായിരുന്ന ഒരാൾക്കെതിരെ കൊടിയ പീഡനവും അക്രമവും നേരിട്ടപ്പോൾ ആ സമയത്ത് വേട്ടക്കാരനോടൊപ്പം ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാൻ പറയുന്നത് ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബാധിക്കാതെ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ആക്സസ് കൊടുക്കാതെ പാരലൽ വേൾഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും തച്ചൊടച്ച് വാർക്കേണ്ടതും അതിൽ കൃത്യമായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ നാട്ടിലെ നിയമങ്ങൾ ബാധകമാകുന്ന തരത്തിൽ അത് ഇമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങളും അവിടെ അതിനു വേണ്ട എല്ലാ പരിശോധനകളും പൂർണ്ണമായിട്ടുള്ള ആക്സസും ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും പോലീസിനും ഉണ്ടാവേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയപ്പെടുന്ന ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കുകയും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സംവിധാനം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ടൈറ്റിലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ ജനാധിപത്യ ലോകത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധിക്കുകയും അതിൽ പ്രതികരിക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും അതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നിയമ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ നിയമത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നവർ ആ വഴിക്കും ഗവൺമെൻറ് സംവിധാനങ്ങൾ കൃത്യമായ നിയമനിർമ്മാണം നടത്തുകയും നീതിന്യായ സംവിധാനങ്ങൾ അത് കൃത്യമായിട്ട് നീതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്ന പൊതുജനത്തിന് എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും ഉള്ള ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഓരോരുത്തരും നിറവേറ്റുകയും ഇത്തരം കൊടിയ അനീതി അവിടെ നടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു കറക്റ്റീവായിട്ട് ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുകയും അതിന് വേഗം കൂട്ടാനുള്ള നമ്മൾ അതിനുവേണ്ട സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നത് താങ്കളാൽ കഴിയുന്ന രീതിയിൽ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെല്ലാവരും ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറെ ഒരു സാധനം കൂടി ആഡ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അബ്ദുള്ള അബ്ബാസിലിട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ആ പോസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്നറിയില്ല. എന്താണ്, വിശ്വാസികൾക്ക് ഇന്നും അസ്വസ്ഥതയാണ്. സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തു വന്ന റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് വിശ്വാസികൾ എന്തിനാണ് നിലവിളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇങ്ങനെ വിശ്വാസികൾ കൂവി വിളിക്കുന്നത്? അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലുള്ള ചർച്ചകൾ നടക്കട്ടെ. അതിൽ കൃത്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവുമോ എന്ന് നമുക്ക് കാണാം. എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമാ ലോകത്തു നിന്നുള്ള ഇത്തരം വാർത്തകൾ ഇത് ആദ്യത്തെ വാർത്തയല്ല, ആദ്യത്തെ അനുഭവമോ ആദ്യത്തെ സംഭവമോ അല്ല, ആദ്യത്തെ പഠന റിപ്പോർട്ടും അല്ല, ആദ്യത്തെ കമ്മിറ്റിയും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് ഇത്രയും സംഭവങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് ഗവൺമെന്റിന്റെ തലത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് അവിടെ അനങ്ങാണ്ടിരുന്നു. അതിന് മുകളിൽ നടപടി ഉണ്ടായില്ല എന്നൊക്കെ അങ്ങേയറ്റം ലജ്ജാകരമായ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ലായ്മയുടെ ഒക്കെ അടയാളമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതും ആ കാര്യത്തിലുള്ള പ്രതിഷേധം ശബ്ദം ഉയർത്തേണ്ടതും അവിടെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായി നീതി നടത്തി കിട്ടേണ്ടതും അത്തരം ഒരു സംവിധാനം നിലനിൽക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പാരലൽ സംവിധാനങ്ങളെ പൊളിച്ച് പൊതുജനങ്ങൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ സുതാര്യമായ ഗവൺമെൻറ് മോണിറ്ററിംഗ് സംവിധാനങ്ങൾക്കുള്ള എല്ലാ ആക്സസും ഉള്ള തരത്തിൽ ഏത് തൊഴിൽ മേഖലയായാലും ഏത് മേഖലയായാലും ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാട്ടിൽ നടക്കുന്ന ഏത് കലാപരിപാടിയും ഏത് സാംസ്കാരിക പരിപാടിയും ഏത് മതപരിപാടിയും രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്, അത് നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കൃത്യമായ ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകൾക്കുണ്ട്, ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്കുണ്ട്, പോലീസ് സംവിധാനങ്ങൾക്കുണ്ട്, എക്സൈസ് സംവിധാനങ്ങൾക്കുണ്ട്. അവിടെ ഒരു പാരലൽ വേൾഡിനെ വളരാൻ അനുവദിക്കുകയും അത് പുറത്ത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും കേരള ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്കും കേരള പോലീസിനും
കേരളത്തിലെ എക്സൈസ് സംഘങ്ങൾക്കും ഒന്നും പിടികൊടുക്കാത്ത, അവർക്കൊന്നും ആക്സസ് ഇല്ലാത്ത ഒരു നിഗൂഢ സംഘമായിട്ട് വളരാൻ വിടുകയും ചെയ്യുന്നത് കടുത്ത അനീതിയാണ്. അതൊരർത്ഥത്തിൽ നിയമവിരുദ്ധ മാഫിയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്ന പരിപാടിയാണ്. അത് ഏത് ഗവൺമെൻറ് ചെയ്താലും ശരി, ഏത് കാലത്തുള്ള പോലീസ് ആയാലും ശരി, ഏത് സംവിധാനമായാലും ശരി. ജനാധിപത്യത്തിൽ അത്തരം സ്പേസ് ഇല്ല. അവർക്ക് അവരുടെ സ്വകാര്യ സ്ഥലങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യമായിട്ടുള്ള കൂട്ടങ്ങളും ഒക്കെ ആവാം. പക്ഷേ അവിടെയൊക്കെ ഗവൺമെൻറ് തലത്തിൽ അതിനെ മോണിറ്ററിങ് ചെയ്യണം എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് ചെയ്യാനും അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റുകൾക്കുണ്ട്. അത് ഭരിക്കുന്ന പാർട്ടിക്കാരും പാർട്ടി നേതാക്കന്മാരും അതേപോലെ തന്നെ ഈ സാംസ്കാരിക കലാ പ്രവർത്തകരും അതിലെ താരങ്ങളും. എന്താണ് ഈ താരങ്ങൾ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ ഇപ്പോൾ പറയുന്നതല്ല, എനിക്ക് ഒരു കാലത്തും ഫീൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ താരങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കളി, ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കാണുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കളിയിൽ ഒരു കളിക്കാരൻ ഫോമിൽ നിൽക്കുമ്പോൾ, നല്ല പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനത്തിനോടുള്ള ഒരു സ്നേഹം എന്നതിനപ്പുറത്തേക്ക് വ്യക്തി ആരാധനയും ഫാൻ ക്ലബ്ബ്, ഔദ്യോഗിക ഫാൻ ക്ലബ്ബ് ഇല്ലാത്ത ഒരു നടനും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഫാൻ ക്ലബ്ബ്? എന്താണ് ഈ താരം? ഒരാൾ ഭയങ്കരമായിട്ടുള്ള പ്രതിഭയുള്ള ഒരു കലാകാരനാണ്, അയാൾ അഭിനയിക്കുന്ന സിനിമകൾക്ക് വലിയ ആളുകൾ അത് കാണുന്നു, അതുകൊണ്ട് അയാൾ വലിയ പ്രതിഫലം വാങ്ങുന്നു പറഞ്ഞാൽ അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു സിനിമ വരുന്നു, അതിൽ അഭിനയിക്കുന്ന നായകൻ. ഈ താരമൂല്യങ്ങളും താരങ്ങൾ എന്ന് പറഞ്ഞ നടക്കലും താരരാജാക്കന്മാരും താരനിശകളും ആരുണ്ടാക്കിയ വാക്കുകളാണിത്? ഇതൊക്കെ ഇവിടെ മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ? മാധ്യമങ്ങളല്ലേ ഇവരെയൊക്കെ ആകാശത്തുള്ള താരങ്ങൾ, എന്താണ് ഇവരുടെ സിനിമ മാഗസിൻ പോലും അത്തരം പേരുകളിലൊക്കെയാണ് ഇറങ്ങുന്നത്. കൊണ്ടു നടക്കുകയും ഇവരെങ്ങനെ എന്തോ മനുഷ്യരല്ലാത്ത പോലെ, വേറെ ഏതോ ലോകത്തുനിന്ന് വരുന്ന എന്തോ ഗന്ധർവന്മാരെ പോലെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അവർക്ക് നല്ല വരുമാനമുണ്ട്, അവർ പ്രതിഭകളാണ്. ആ പ്രതിഭയെ ആദരിക്കണം. അത് ഗവൺമെൻറ് സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥയെയും ധിക്കരിച്ചോ അതിനെ അവഗണിച്ചോ മുന്നോട്ട് പോകാനോ അത്തരം സംവിധാനങ്ങൾ, പാരലൽ സംവിധാനങ്ങൾ ഒരുക്കാനോ ഉള്ള ഒരു അനുവാദമായിട്ടോ ഒരു ലൈസൻസ് ആയിട്ടോ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. അത് ഏത് പാർട്ടിയായാലും, ഇപ്പോൾ അത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായാലും ഇന്നലെ ഭരിച്ച പാർട്ടിയായാലും നാളെ ഭരിക്കാൻ പോകുന്ന പാർട്ടിയായാലും കണക്കാണ്. അപ്പോൾ നിയമം നടപ്പിലാക്കേണ്ടതും പൊതുജനങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും, സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 10, 20, 30, 50 താരരാജാക്കന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പേരെടുത്ത പ്രശസ്തരായിട്ടുള്ള കുറച്ച് സംവിധായകരോ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ കുറച്ച് സംഘടനാ ഭാരവാഹികളോ മാത്രമല്ലല്ലോ ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ. അവിടെ ജോലി ചെയ്യുന്ന ഏറ്റവും ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനും ജനാധിപത്യപരമായ തൊഴിലെടുത്ത് കിട്ടേണ്ടുന്ന മിനിമം അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും അതില്ലെങ്കിൽ അതിൽ ഇടപെടാനും നിയന്ത്രിക്കാനും കഴിയാത്ത ഒരു സംവിധാനം കേരളത്തിൽ കഴിഞ്ഞ എത്ര പതിറ്റാണ്ടുകളായിട്ട് ഇത് ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് അനുവദിച്ചു കൊടുക്കുക. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് എത്ര വർഷം അതിൻ്റെ മുകളിൽ അടയിരുന്നു എന്നുള്ളത്, ഇത് റിപ്പോർട്ട് കണ്ടവർ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥരോ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കാണുകയും വായിക്കുകയും ആളുകളുടെ പേരുകൾ തന്നെ ഇവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഒഴിവാക്കിയ പേജും ഇവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ, പുറത്ത് വിട്ടതൊഴികെ. ഇത്തരം സംഗതികളൊക്കെ വായിച്ച് അതൊക്കെ ആളുകൾ ആരാന്നൊക്കെ മനസ്സിലായിട്ട് അത്തരം ആളുകളുമായിട്ട് പിന്നെയും വേദി പങ്കിടുകയും അവരെ വലിയ താരങ്ങളായിട്ട് പിന്നെയും ഏറ്റിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമാണല്ലോ. അപ്പൊ എത്ര ലജ്ജാകരമാണെന്ന് ആലോചിക്കൂ. അപ്പൊ ഇത് എന്തിൻ്റെ പ്രശ്നമാണ്? ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണോ? അതോ ഇത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആധുനികമായ മാനവികമായ ധാർമ്മികമായ മതരഹിതമായ ധാർമ്മികതയുടെ ഉണ്ടാവുന്ന പ്രശ്നമാണോ? വ്യക്തി സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം എന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അന്തസ്സുണ്ട് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വ്യൂ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണോ? അതോ നമ്മൾ ഈ പറഞ്ഞു നടക്കുകയും പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്ന മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നില്ല വ്യക്തികൾ? ആ അർത്ഥത്തിൽ ഇപ്പം എന്താ പറയുക, സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാരത്തൺ ഓട്ടം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾക്കാരും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും.
ഇത്തരം ആളുകൾ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരുടെ സാമൂഹ്യ മണ്ഡലത്തിൽ, അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ, ജോലി സ്ഥലങ്ങളിൽ അവർക്ക് അധികാരമുള്ളിടത്ത് അവർ സ്ത്രീവിരുദ്ധരാവുന്നു എന്നതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധരായ ഒരു കൂട്ടം ആളുകൾക്ക്, അല്ലെങ്കിൽ അഴിമതിയും എന്താ പറയുക, ഈ പറയുന്ന ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ട് നോക്കിയിരിക്കുന്ന സാംസ്കാരിക നായകന്മാരും താരരാജാക്കന്മാരും അവരുടെ ജനാധിപത്യ ബോധമില്ലായ്മയുടെയും അവരുടെ പൗരബോധമില്ലായ്മയും അവരുടെ രാജ്യത്തിൻ്റെ നിയമത്തോടുള്ള കൂറില്ലായ്മയും നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അഹങ്കാരത്തിൻ്റെയും കാരണമാണ്. അല്ലാതെ ഇതൊന്നും ജനാധിപത്യത്തിൻ്റെയോ മതനിരപേക്ഷതയുടെയോ അല്ലെങ്കിൽ സാമൂഹ്യ ധാർമ്മികതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയോ, സ്ത്രീ സമത്വം, സ്ത്രീ തുല്യത, സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ ഒന്നും പ്രശ്നമല്ല, ഫെമിനിസത്തിൻ്റെ പ്രശ്നമല്ല. എന്തിനാ ഞാൻ ഇത് പറഞ്ഞതെന്നല്ലേ? അത് പറയാം. എന്ത് സംഭവം നടക്കുമ്പോഴും ഇപ്പം ഇതിൽ കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് ഗവൺമെൻറ് ആണ്. നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം, കറക്ഷൻസ് ഉണ്ടാവണം, അതിൽ പോരായ്മകൾ പരിഹരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവർ പോകുന്നില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ അധോലോകത്തിൻ്റെ മതിൽക്കെട്ടുകൾ പൊളിക്കാനോ ഇവിടുത്തെ നിയമ സംവിധാനം തയ്യാറായാൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്താണ് എന്ത് സംഭവിച്ചാലും, നാട്ടിൽ എന്ത് സംഭവിച്ചാലും, ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ, ഒരാൾ അപകടത്തിൽ മരിച്ചാൽ, ഒരാൾ എന്താ പറയുക, ഒരു സിനിമ കാണാൻ പോയിട്ട് അവിടുന്ന് ഹാർട്ട് അറ്റാക്ക് ആയി വന്നാൽ, ഒരു ദുരന്തമുണ്ടായാൽ, ഒരു മഹാമാരി ഉണ്ടായാൽ, അവിടെയൊക്കെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത്തരം ഒരാളെ ഇന്നും കണ്ടു. അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇതിൽ ഇസ്ലാം എന്തു പറയുന്നു? ഇവിടെ നമുക്ക് മതം വിൽക്കാൻ. അപ്പോൾ തന്നെ അബ്ദുള്ള ബാസിൽ മറ്റേ ഖുറാൻ്റെ ബാഗ് തോളിലിട്ടു, വരും കൂട്ടരെ നമുക്ക് പോയി ദൈവത്തിൽ നടത്തുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാണ്, നമുക്ക് പോയി ഇച്ചിരി മതം വെക്കാം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള ബാസിൽ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടു. ദുരന്ത ഭൂമിയിൽ ആളുകൾ മരിച്ചു കിടക്കുന്നിടത്ത് മരിച്ചവരിൽ ഈ കാരുണ്യ പ്രവർത്തനം, കാരുണ്യം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് സ്വീകരിച്ചവർ, പച്ചക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോയി, ഓലൊന്നും പേടിക്കേണ്ട, ഒരു സ്വർഗത്തിൽ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ CP സലീം എന്ന് പറയുന്ന മനുഷ്യത്വഹീനമായ പരാമർശങ്ങൾ നടത്തിയിട്ട് ദുരന്ത ഭൂമിയിലെ ആ മനുഷ്യരുടെ ദുർഗന്ധം, മരിച്ചുപോയി മണ്ണടിഞ്ഞ മനുഷ്യരുടെ ശരീരത്തിൻ്റെ ഗന്ധം പോകുന്നതിന് മുൻപ്, അവരുടെ ബന്ധുക്കളുടെ കണ്ണീരുണങ്ങുന്നതിന് മുൻപ്, ആ ദുരന്ത ഭൂമിയിൽ അടിഞ്ഞുകൂടിയ ചെളി ഉണങ്ങുന്നതിന് മുൻപ്, ആ ഭൂമിയിൽ ഷഹാദത്ത് വിൽക്കാൻ, കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങിയ സാക്ഷാൽ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അതിതീവ്ര വഹാബിയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള, അവരുടെ സംഘടനയായിട്ടുള്ള, അതിലെ ഏറ്റവും ഇളമുറ ദഅവ സംഘങ്ങളുടെ താരപരിവേശമുള്ള മതപ്രബോധകനും ആയിട്ടുള്ള അബ്ദുൽ അബ്ബാസിൽ എഴുതിയ ഒരു കുറിപ്പ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തൊന്നുമില്ല. അത് കണ്ടപ്പോൾ അത് നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ആ കുറിപ്പൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആ കുറിപ്പ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. വായിച്ചു കൊണ്ടിരിക്കുകയാണ്. താരങ്ങൾക്ക് തിളക്കമില്ലെന്നും മുഴുവൻ നിഗൂഢതകളാണെന്നും തുടങ്ങി സിനിമാ മേഖലയിലെ അശ്ലീലതകളും ആഭാസങ്ങളും പുറത്തു വരുമ്പോൾ നമുക്ക് ചിലത് ചിന്തിക്കാനുണ്ട്. കേവലം ഒരു ഫീൽഡിൽ നടക്കുന്നത് എന്ത് എന്ന അന്വേഷണത്തിന് അപ്പുറമാണത്. ശരിതെറ്റുകളെപ്പറ്റി, ബന്ധങ്ങളെപ്പറ്റി, സഭ്യതയെപ്പറ്റി, മാന്യതയെപ്പറ്റി എല്ലാം പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വലിയൊരു ഭാഗം സിനിമകളിൽ നിന്ന് ലഭിച്ചതായിരിക്കും. അത്രമേൽ ശക്തമാണ് സിനിമയോടുള്ള സ്വാധീനം എന്നത് അവിതർക്കിതമാണ്. എങ്കിൽ നമ്മളെ അതെല്ലാം പഠിപ്പിച്ച ആളുകളുടെ വ്യവസായ മേഖലയുടെ ശരിയായ ചിത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കൊണ്ടിരിക്കുന്നത്. പഠിപ്പിച്ചവരുടെ തനിനിറം പുറത്തു വരുമ്പോൾ പഠിച്ച പാഠങ്ങൾ പുനഃപരിശോധന നടത്തേണ്ടതല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, സിനിമ ഹറാമാണെന്നും സ്ത്രീകൾ തൊഴിലെടുക്കാൻ പോകരുത് എന്നും ഒക്കെ ഞങ്ങൾ പണ്ടേ പറഞ്ഞിക്കണ്. ഇപ്പം എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഈ സ്ത്രീ സമത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ പരസ്പരം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെക്കുറിച്ചും
സഹിഷ്ണുതയെക്കുറിച്ചുമൊക്കെ പല മൂല്യങ്ങളും പ്രദർശിപ്പിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളും അവർ നടത്തുന്ന സിനിമ ഇൻഡസ്ട്രിയും ഒക്കെ അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരം സിനിമാ നടിമാരൊക്കെ ഇസ്ലാമിലേക്ക് മാടിക്കോളിയും പർദ്ദ ഇട്ട് വീടിൻ്റെ ഉള്ളിൽ കുത്തിരുന്നാളിയും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇസ്ലാം പറഞ്ഞതിന് വിരുദ്ധമായി നടക്കുന്നതാണ് ഈ പ്രശ്നം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് പഠിച്ച ആശയങ്ങൾ, പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും തുല്യതയുടെയും ഒക്കെ പാഠങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞങ്ങളെ ഖുർആനിൽ പണ്ടേ പറഞ്ഞാണ് എന്ത്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾ പുരുഷന്റെ മേൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. അതനുസരിക്കാത്തത് കൊണ്ടാണ് സിനിമയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ സിനിമയും ഈ കാണുന്ന ലോകത്ത് ഈ കാണുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം ഇസ്ലാമികമായ ഒരു ജീവിതമില്ലാത്തതാണ്. അതാണ് പാഠം. പാഠം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ സിനിമ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി താരങ്ങൾ എന്നൊക്കെ ഉള്ളതിന് പകരം പാഠം എന്നതിനൊക്കെ പകരം നിങ്ങൾ ഇസ്ലാം, മുസ്ലിം, ഖുർആൻ എന്നൊക്കെ തിരികിയിട്ടൊന്ന് വായിച്ചു നോക്കി. എൻ്റെ ഒരു സുഹൃത്ത് എനിക്കതിന് ആ രീതിയിലാക്കിയിട്ട് അയച്ചു തന്നില്ല. ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കും അതന്നെ പറയാനുള്ളത് കേട്ടോ, അത് വേറെ കാര്യം. എനിവേ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാട്ടോ. അവർ ഈ അബ്ദുള്ള ബാസിലിൻ്റെ ഇതേ പോസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം. ഇതിനെ സിനിമ എന്നതിനൊക്കെ മാറ്റിയിട്ട് ഇസ്ലാം എന്നും ഒക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്ക്രീൻ അവിടെ വെച്ചിട്ട് നിങ്ങൾ വായിച്ചോട്ടോ. ഇനി ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാം, ഈ എഴുതിയതല്ല വായിക്കുന്നത്, ഇതിൻ്റെ അർത്ഥശൂന്യത വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു വായനയാണ്. അങ്ങനെ കണ്ടാൽ മതി. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചതെന്നാണ്, ആയിഷ. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ തിളക്കമില്ലെന്നും പ്രവാചകർക്ക് തിളക്കമില്ലെന്നും മുഴുവൻ നിഗൂഢതകളാണെന്നും തുടങ്ങി ഇസ്ലാമിലെ അശ്ലീലതകളും ആഭാസങ്ങളും പുറത്തു വരുമ്പോൾ നമുക്ക് ചിലത് ചിന്തിക്കാനുണ്ട്. കേവലം ഒരു മതത്തിൽ നടക്കുന്നതെന്ന അന്വേഷണത്തിന് അപ്പുറമാണത്. ശരിതെറ്റുകളെപ്പറ്റി, ബന്ധങ്ങളെപ്പറ്റി, സഭ്യതയെപ്പറ്റി, മാന്യതയെപ്പറ്റി എല്ലാം ഇസ്ലാമിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഖുർആൻ, ഹദീസുകളിൽ നിന്നും ലഭിച്ചതായിരിക്കും. അത്രമേൽ ശക്തമാണ് മതത്തിൻ്റെ സ്വാധീനം എന്നത് അവിതർക്കിതമാണ്. എങ്കിൽ നമ്മളെ അതെല്ലാം പഠിപ്പിച്ച ആളുടെ, അതായത് മുഹമ്മദ് നബിയുടെ ശരിയായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വീണ്ടും ആ ചുവപ്പ് മാർക്കിലിട്ടത് നമ്മൾ വീണ്ടും ഒന്നുകൂടി അതേപോലെ തന്നെ വായിക്കുകയാണ്. പഠിപ്പിച്ചവരുടെ തനിനിറം പുറത്തു വരുമ്പോൾ പഠിച്ച പാഠങ്ങൾ പുനഃപരിശോധന നടത്തേണ്ടി വരില്ലേ എന്നാണ്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ആര് എങ്ങനെ പഠിപ്പിച്ചതാണെങ്കിലും അതൊക്കെ നമ്മൾ പുനഃപരിശോധന നടത്തണം. എല്ലായിടത്തും പുഴുക്കുത്തുകൾ ഉണ്ടാവും, അതൊക്കെ പരിശോധിക്കണം, അതിനൊക്കെ പരിഹാരം വേണം. പക്ഷെ എല്ലാ പ്രശ്നത്തിനും, ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും, അതായത് കോവിഡ് മുതൽ ലാൻഡ് സ്ലൈഡ് വരെയുള്ള സകല സാധനങ്ങൾക്കും, സിനിമാ മേഖലയിലുള്ള ചൂഷണങ്ങൾക്ക് മുതൽ ആരോഗ്യരംഗത്തുള്ള പ്രശ്നങ്ങൾക്ക് വരെ സകലതിനും ഒറ്റമൂലി പരിഹാരമായിട്ട് ഇസ്ലാമും ദഅവത്തും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർ നിങ്ങൾ എങ്ങനെയൊക്കെ മുട്ടായി കടലാസിൽ പൊതിഞ്ഞാലും നിങ്ങൾ എഴുതുന്ന പോസ്റ്റ് ഒരാവർത്തി അല്ലെങ്കിൽ 2 ആവർത്തി വായിച്ചാൽ അതിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും. അദ്ദേഹം ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. ഇതന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഖുർആന്, ഇസ്ലാം, ഹദീസ്, ഇതിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമ്മളോട് ഇതൊക്കെ മുന്നിൽ വെച്ച് നമ്മളെ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. നമ്മളോട് ധാർമ്മികതയെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, നമ്മളോട് സഹിഷ്ണുതയെപ്പറ്റി ഒക്കെ വാചാലരാകുമ്പോൾ മാതൃകയാക്കി മുന്നിൽ വെക്കുന്ന മുഹമ്മദ് നബിയെക്കുറിച്ച്, മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ചിത്രം ഹദീസിൽ നിന്നിപ്പോൾ നമ്മളിവിടുത്തെ താരരാജാക്കന്മാരെ പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതിന് സമാനമായ രീതിയിൽ മുഹമ്മദ് നബി എന്ന ഇവരിങ്ങനെ എന്താ പറയുക പറഞ്ഞ് പെരുപ്പിച്ചു വെച്ച ആ ഒരു താരരാജാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രവാചകൻ്റെ
ആ മഹത്വങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളാണ് റിപ്പോർട്ടുകളിൽ നിന്ന്, ഹദീസ് റിപ്പോർട്ടുകളിൽ നിന്നും പ്രവാചകന്റെ ജീവചരിത്രം എന്ന സീറ റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും പഠിപ്പിച്ച ആളുടെ സ്വഭാവം പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എങ്കിൽ പഠിപ്പിച്ച ആളുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ജീവിതം പരിശോധിക്കുന്നതോടൊപ്പം നമ്മൾ പഠിച്ച മൂല്യങ്ങളെക്കുറിച്ചും ഒരു പുനഃപരിശോധന വേണ്ടേ? വേണം. അബ്ദുള്ള ബാസിലിന്റെ ആ വാചകങ്ങളോട് 100% ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഏതാശയവും പഠിപ്പിക്കുന്നതും ഇപ്പോൾ ആ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളിലുള്ളതും പരസ്പര വിരുദ്ധമാകുമ്പോൾ, പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ പുറത്തോട്ട് കാണിക്കുന്ന ആശയവും ആ ആശയം പഠിപ്പിക്കാൻ വേണ്ടി വന്ന അധ്യാപകന്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളും പരസ്പര വിരുദ്ധമാകുമ്പോൾ, ആ അധ്യാപകനെ കുറിച്ച് ഈ പഠിപ്പിച്ചതിന് വിരുദ്ധമായ പല കാര്യങ്ങളും, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, പഠിപ്പിച്ച അധ്യാപനെയും പഠിച്ച അറിവിനെയും പുനഃപരിശോധന നടത്തണം. ഇതന്നെയാണ് എനിക്ക് ഇസ്ലാമിലുള്ള ആൾക്കാരോടും ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവരോടും മുഹമ്മദ് നബിയെക്കുറിച്ച് എന്തെങ്കിലും വിമർശനം കേൾക്കുമ്പോഴത്തേക്ക് ഒരു റിപ്പോർട്ട്, ഏതെങ്കിലും ഒരു ഹദീസ് റിപ്പോർട്ട്, ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഒരു ലിയാഖത്ത് അലി കമ്മീഷൻ റിപ്പോർട്ടും അല്ലല്ലോ, കൃത്യമായ സനദുള്ള ഹദീസുകളിൽ നിങ്ങൾ എഴുതി വെച്ച, നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച, നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് വായിക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കണ എന്നെ വിളിച്ചിട്ട് കൊല്ലുവടാ, അങ്ങനെ ആക്കൂടാ, ഇങ്ങടെ ആക്കൂടാ, തെറി വിളിക്കുക, വീട്ടിലിരിക്കുന്നവർ തെറി വിളിക്കുക, ഇതൊന്നും പരിഹാരമല്ല. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ അത് പർദ്ദ ധരിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാത്തവർ, ഏതെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അത് പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടാൽ ഓലൊക്കെ വേശ്യയാണ് എന്ന് വയലും അറിയാം. എന്നിട്ട് എല്ലാ പ്രശ്നത്തിനും ഒറ്റമൂലിയായിട്ട് പെൺകുട്ടികൾക്കൊരു പർദ്ദയും ആൺകുട്ടികളെ ഇറക്കല്ലാത്തൊരു പാൻറ്റും കൊടുക്കുക. എന്നിട്ട് പാട്ട് പാടരുത്, പാട്ട് കേൾക്കരുത്, സംഗീതം ഹറാമാണ്, എന്നിട്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അല്ല ചങ്ങായിമാർ, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഇങ്ങനെ നമ്മളുടെ മുന്നിൽ വന്ന് കൈ നീട്ടി മേടിക്കാൻ, ചോദിച്ച് മേടിക്കാൻ, എന്താ ഇതിനൊക്കെ മറുപടി പറയാം? അതുകൊണ്ട് ഇത് കണ്ടപ്പം ആ കൗതുകത്തിന് വേണ്ടി ഞാൻ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വിശേഷം കൂടി പറയാണ്ട്, പല ആളുകളും വിചാരിച്ചു നമ്മുടെ ചാനലിന് എന്തോ പറ്റിയെന്ന്. നമ്മുടെ ചാനലിന് എന്തോ പറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ ചാനല് കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവിൽ ആളുകളുടെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ തള്ള് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 50%, 35-40% വിശ്വാസികളാണ്. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഒരു 250, 300, 400 ഇപ്പം നമ്മൾ കാണുന്ന ഒരു അളവിലേക്ക് വരൽ പോലും വളരെ അപൂർവമായിട്ടാണ്. ഒരു 300, 400, 300, 350, 313 നമ്മളൊരു കണക്ക്. എന്നാലും ചിലപ്പോൾ ഒരു 350, 400 വരെയൊക്കെ പോകുന്നതിനിടയിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനൽ റിപ്പോർട്ട്, പ്രത്യേകിച്ച് MM അക്ബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UA ടീമുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും വീഡിയോ നമ്മൾ ചെയ്യുന്ന ലൈവുകളിൽ ഇവിടെ കൂടുതലായിട്ട് ആളുകൾ എത്തുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിശ്വാസികൾക്കൊക്കെ നേരം വെളുത്തു, എല്ലാവരും നമ്മളെ കാണാൻ വേണ്ടി കേൾക്കാനും വേണ്ടി വരികയാണെന്ന്. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, വഹാബിസത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ അനുഭവം അബ്ദുള്ള ബാസിൽ ഇസ്ലാം വളരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോയിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ കൂട്ടമായി വരികയും റിപ്പോർട്ടിംഗ് നടത്തുകയും ചെയ്യും. എന്താ റിപ്പോർട്ട് ചെയ്യണമെന്നറിയോ? ഇത് ഇവർക്ക് കമ്മ്യൂണിറ്റി വയലേഷൻ പറയാനുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. അപ്പോൾ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കണ്ടന്റ് അഡ്വർടൈസ് ഫ്രണ്ട്ലി അല്ല എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഭാഷയിലോ അതിൻ്റെ പ്രയോഗത്തിലോ എന്ത് ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൂട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ആകെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ മോണിറ്റൈസേഷൻ ലിമിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ നമുക്ക് പൈസ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടുന്ന പൈസ കുറയും. ഇതാണ്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അനുസരിച്ച് അവർ പറയുന്ന മണ്ടത്തരം അവർ തന്നെ വിശ്വസിക്കുക, എന്നിട്ട് അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവർ വിചാരിച്ചെന്താ വെച്ചാൽ, ഇത് ചെയ്താൽ നമ്മൾ പൈസക്ക് വേണ്ടി, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് മതവിമർശനം നടത്തുന്നതെങ്കിൽ നമ്മൾ ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും വിഷയം എടുക്കുമല്ലോ. ഞാൻ ഇത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന്
എന്തോ ഒരു കാര്യത്തിന് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറി നോക്കുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള ഈ ഒരു പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് ആ പ്ലേ ലിസ്റ്റിലെ ഒട്ടുമിക്ക വീഡിയോസും ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനം ചെയ്ത കുറച്ച് വീഡിയോകളും തുടക്കത്തിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് ഒരു വീഡിയോയുടെയും സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോളി. ഇതാണ് അവസ്ഥ. ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഈ ദഴവാ ദുരന്തങ്ങളെക്കുറിച്ചും നവനായികളുടെ പിന്നെ രീതികളെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയും അവരെ എക്സ്പോസ് ചെയ്യുകയും അബ്ദുള്ള അബ്ബാസിൽ പറയുന്ന നുണകൾ എക്സ്പോസ് ചെയ്യുകയും പ്രത്യേകിച്ച് നമ്മുടെ പച്ച നിച്ച് ഓഫ് ട്രൂത്തിനെ നീല നിച്ച് ഓഫ് ട്രൂത്തിനെ മഞ്ഞ നിച്ച് ഓഫ് ട്രൂത്ത് വിഴുങ്ങിയതും ജമ്മം അക്ബറിൻ്റെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ദഴവാ ബിസിനസ് പൂട്ടിപ്പോയതും കൂടി കാണിച്ചപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ചെയ്ത എല്ലാ ലൈവ് വീഡിയോകളും നിങ്ങൾ കണ്ടിരുന്നില്ലേ? 800, 1000, 1100, 1200 എന്ന് തുടങ്ങി വന്ന സകല വീഡിയോകളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന വിശ്വാസികളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അതിനെങ്കിലും നിങ്ങളൊന്ന് ചാനലിൽ വരുമല്ലോ. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ചാനലിലെ ഏതെങ്കിലും ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് ഞെക്കുമല്ലോ. അത് മതി. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ലൈവ് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വരുമാനം നിന്ന് പോയാൽ ഞാൻ ലൈവ് നിർത്തും എന്ന് വിചാരിച്ചിട്ടാണ് പാവങ്ങൾ കുത്തിയിരുന്ന് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാക്കാൻ വരുന്നത്. ഇനി നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യാണ് കൂട്ടരെ. അത് നിങ്ങൾ ആലോചിക്കണം. ഒന്നാകെ 200, 300 ആളെല്ലാം കൂടെ ഇരച്ച് കയറിയാൽ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതാണോ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നതാണോ എന്ന് അവർക്കറിയില്ല. യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിനാണെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു 100, 200, 250 ആൾ ഇരച്ച് കയറുമ്പോൾ ബാക്കി കുറേ ആൾക്കാരൂടെ അതിൻ്റെ കൂടെ വരും. കൂടുതൽ ആളുകളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സില്ലാത്ത പാവപ്പെട്ട വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത് ചെല്ലും. ഇത് അവസാനം സംവാദത്തിൻ്റെ നോട്ടീസ് അടിച്ച് പള്ളിയിൽ വിതരണം ചെയ്ത എം അക്ബറിൻ്റെ അബദ്ധം നിങ്ങൾ ആവർത്തിക്കുന്നതായിരിക്കുമെന്ന് വിനയപുരസരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും യൂട്യൂബിലൊക്കെ വന്നിട്ട് കൂട്ടമായി ലൈവിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഓരോരുത്തരായിട്ട് പലപ്പോഴായിട്ട് നിങ്ങൾ കയറി റിപ്പോർട്ട് ചെയ്തോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 10-100 ഒരുമിച്ച് കയറുമ്പോൾ ഈ ആൽഗോരിതം വർക്കാവും. എന്നിട്ട് ഇത് നന്നായിട്ട് റിയാക്ഷൻ വരുന്ന വീഡിയോ ആണ്, ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം, ഓഡിയൻസിന് എൻഗേജ്മെൻറ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ട് യൂട്യൂബ് ഇത് പാവപ്പെട്ട മൂല്യന്മാർക്കും പാവപ്പെട്ട വിശ്വാസികൾക്കും വേറെയുള്ള കുട്ടികൾക്കൊക്കെ പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വേണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. എന്താ ചെയ്യുക? എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ബൂമറാങ്ങായിട്ട് വരികയാണല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ വിശ്വാസികൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് വരും. ഇനി എല്ലാം റിപ്പോർട്ടിങ് ആയിരിക്കും. നമ്മളിപ്പോൾ അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂട്ടമായ റിപ്പോർട്ടിങ്ങിൽ വരാതെ 10 ആൾ ഒരു ചെറിയ ഗ്യാങ്ങുകളായിട്ട് വരും. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ 10 ആൾ വരുമ്പോൾ വേറെ 100 ആളുകളിലേക്ക് ഇത് പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിത് വ്യൂ ഉള്ള ആൾ മതി, കുറച്ചാൾ കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി വരുമാനം കുറച്ച് ദിവസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പട്ടിണി കിടന്ന് ചത്തൊന്നും പോവില്ല. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്താ പതുക്കാത്ത. അപ്പോൾ ഈ കാര്യം കണ്ടപ്പോൾ നിങ്ങളോട് ആ തമാശയും കൂടി ചേർത്ത് പറയണമെന്ന് തോന്നി. എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്ന് ഈമാൻ ഈമാൻ, കാരുണ്യം വേണോ കാരുണ്യം, തൗഹീദ് വേണോ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ദുരന്ത ഭൂമിയിലും സിനിമാ സെറ്റിലും ബാറിലും പബ്ബിലും ഒക്കെ കയറി ഇറങ്ങി നടക്കാണ്ട് ആശയപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും സംവദിക്കാനും സമയം കണ്ടെത്തുക, തയ്യാറാവുക. വിശ്വാസികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളെ വീഡിയോ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യാതിരിക്കുക, തെറി വിളിക്കാനാണെങ്കിലും കമൻറ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളെ മനസ്സും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും മാത്രമാണ് പോകുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് ശ്രദ്ധിക്കാനും ചിന്തിക്കാനും അത് ശരിയല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ അതിനോട് പ്രതികരിക്കാനും മറുപടി പറയാനൊക്കെ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി പോസിറ്റീവായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പോർട്ട് ചെയ്യാൻ വരുന്നവർക്ക് പ്രത്യേക സ്വാഗതം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ആവേശം, അമിതാവേശം, കൊലവിളി, തെറിവിളി കൊണ്ട് ഒരു ഉപകാരമില്ല.
അതേപോലെ തന്നെയാണ് റിപ്പോർട്ടിങ്ങും. ഈ ചാനൽ കൂട്ടിയ അടുത്ത ചാനൽ, അത് കൂട്ടിയ വേറെ ചാനൽ, അത്രേ ഉള്ളൂ. അക്ബർ സാഹിബിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കാലത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സംവാദ വീഡിയോകളും ഇസ്ലാമിക ചോദ്യോത്തര പരിപാടികളും ഒക്കെ അക്ബർ സാഹിബിൻ്റെ വീഡിയോകളൊന്ന് കയറി നോക്കി, ചാനലിൽ കയറി നോക്കി. ആർക്കാലും സങ്കടം വരും, സഹതാപം വരും, വലിയ വിഷമാണ്. ഒരു വീഡിയോ ഇട്ടാൽ 300, 400, 500 ആൾക്കാരാണ് കാണുന്നത്. ആരെ? എം അക്ബർ സാഹിബിനെ. പിന്നെ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ, പെട്ടെന്നുണ്ടാവുന്ന ഇൻസിഡൻസ്. ഇപ്പം ഈ വിഷയത്തിൽ ഇനി എല്ലാവരും ഇറങ്ങൂട്ടോ. ഇപ്പം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി ഇസ്ലാം പറഞ്ഞതാണ് എന്നും ഇസ്ലാമിലാണ് സ്ത്രീകൾ സിനിമാ മേഖലയിലേക്കാൾ കൂടുതൽ സുരക്ഷിതരായിട്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള വയലുകളുടെയും പ്രബോധകരുടെ ഗീർവാണങ്ങളുടെയും നമ്മുടെ കായംകുളത്തുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെയൊക്കെ വരവേൽക്കും. ഇതൊക്കെ നമുക്ക് പ്രവചിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടു, ഒരു മുളം മുന്നേ എറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ പ്രബോധിപ്പിച്ച് നോക്ക്, എല്ലായിടത്തും ചെല്ല്. ആശുപത്രി കിടക്കയിലും മരിക്കാൻ കിടക്കുന്നവനോട് ചെന്നിട്ടൊക്കെ കരിമ ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീം ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഗതികേട് എവിടെ എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാത്തിനും കൂടെ ഒറ്റ സൊല്യൂഷനാണ്, അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ സങ്കടങ്ങൾക്കും ഒറ്റ പരിഹാരമാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ദുരന്തങ്ങൾക്കും ഒറ്റ ഉത്തരമാണ്, ഒറ്റ പരിഹാരമാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ പരിഹാരം തന്നെയാണ് സിനിമാ മേഖലയിൽ നിങ്ങൾ നാളെ മുതൽ കേൾക്കാൻ പോകുന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് മൂല്യന്മാർ സിനിമാ മേഖലയിലെ ഈ പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇസ്ലാമും എന്ന് പറഞ്ഞിട്ടുള്ള താരതമ്യവുമായിട്ട് ഇന്ന് രാത്രി തന്നെ കളം നിറയാനാണ് സാധ്യത. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന എല്ലാ വീഡിയോകളും എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരണം. വെറുതെ റെഫറൻസിനാണ്, ചുമ്മാ റെഫറൻസിനാണ് എന്ന് അറിയിക്കുന്നു. അതേപോലെ തന്നെ അബ്ദുള്ള ബാസിലിൻ്റെ മറുപടി കിട്ടുന്നില്ല എന്ന പരാതിയിലാണല്ലോ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മൾ അബ്ദുള്ള ബാസിലിന് മറുപടി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അബ്ദുള്ള ബാസിൽ ഞാൻ ജിഹാദി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഇന്ന് നടന്ന പരിപാടിയിൽ വിസ്ഡം ഡയലോഗ് എന്ന് പറയുന്ന അതിൻ്റെ 9ാമത്തെ സീരീസിൽ പിന്നെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽ അത് വന്നത്. കാരണം ഈ 2 അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അപ്ലോഡ് ചെയ്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, 4 മണിക്കൂറും 5 മണിക്കൂറും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ സ്വയം പ്രഖ്യാപിച്ചിട്ട് ഞാൻ ജിഹാദി തന്നെയാണ് എന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. ശരി, അപ്പോൾ സ്വയം പ്രഖ്യാപിത ജിഹാദിനെ കുറിച്ച് പറയുന്ന കുറേ നുണകളും അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെയുള്ള വഹാബികൾ പ്രതിനിധാനം ചെയ്യുന്ന വഹാബിയെ സലഫിസം എന്നൊക്കെ പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ജിഹാദിൻ്റെ കൺസെപ്റ്റും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വയം പ്രഖ്യാപിത ജിഹാദിനെ കുറിച്ച് തന്നെ കളവ് പറയുക എന്ന വിരോധാഭാസമാണ് നാളത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എന്തായാലും നമുക്ക് എൻ്റെ നമ്പർ ആണ് ചോദിക്കുന്നത്. എൻ്റെ നമ്പർ കിട്ടാത്തവർ എനിക്ക് എല്ലാത്തിനും കൂടിയുള്ള ഈ നമ്പറാണ്. വാട്സപ്പും കോളും എല്ലാം ഇതിൽ തന്നെയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ചില സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല, കോളുകൾ. വേറൊരു പിന്നെ ബിസിനസ് ആവശ്യത്തിനുള്ള നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുന്ന സമയത്താണ് ഇതിൽ കിട്ടാത്തത്. ഇതിൽ കിട്ടുന്നില്ല എന്നതുകൊണ്ട് അപ്പം തന്നെ വാട്സപ്പിൽ കയറി വിളിക്കാൻ ശ്രമിക്കേണ്ട. വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് നിർത്തിയാലോ. ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് വിശദമായിട്ട് സ്വയം പ്രഖ്യാപിത ജിഹാദിനെ കുറിച്ച് പറഞ്ഞ കളവുകൾ പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ജിഹാദ്, എന്താണ് ഞാൻ ജിഹാദിയാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞ ജിഹാദ്, ആ ജിഹാദും ഈ ജിഹാദും ഒന്നാണോ, ആ ജിഹാദ് മാത്രമേ ഉള്ളോ, വേറെ ജിഹാദുകൾ ഉണ്ടോ, ജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിക് സംജ്ഞയെക്കുറിച്ച് അതായത് മുസ്ലിം വെറുപ്പ് പടർത്താൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെക്കുന്ന ജിഹാദ് പരാമർശങ്ങളുള്ള പല ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കാവുന്നതും അതല്ലാത്തതെല്ലാം കേവലമായിട്ടുള്ള ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള
കഠിന പരിശ്രമം മാത്രമാണ് എന്ന അബ്ദുള്ള ബാസിലിൻ്റെ വാദം എത്രത്തോളം ശരിയാണ്? എന്താണ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് മുഹമ്മദ് നബി ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്? എന്താണ് ഖുർആൻ പറഞ്ഞത്? എന്താണ് അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന വഹാബി തൗഹീദിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം ജിഹാദ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ജിഹാദിന് ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം ജിഹാദ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതും, അതിനുശേഷം ഈ ലോകത്തെമ്പാടും ഈ ജിഹാദി ആശയവുമായി മുന്നോട്ട് വന്നിട്ടുള്ള സംഘടനകളുണ്ടോ? അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്തായിരുന്നു? അതിന് അവർ തെളിവായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഏതായിരുന്നു? ജിഹാദിനെ കുറിച്ച് കേരളത്തിൽ ഇന്ന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ആദ്യകാല രൂപമായിരുന്ന NDF എന്ന് പറയുന്ന സംഘടന വളരെ പച്ചയ്ക്ക് മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ ജിഹാദിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദും പ്രബോധനം, ലക്ഷ്യവും മാർഗവും എന്ന പുസ്തകത്തിൽ, അവർ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ എന്താണ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ട് ഇതൊക്കെ ISIS ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ജിഹാദുമായിട്ട് ബന്ധമുണ്ടോ ഒക്കെ നമുക്ക് സമയം പോലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം നാളെ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. നാളെ ഈ പറഞ്ഞ വിഷയവുമായിട്ട് വീണ്ടും കാണാം.